ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷാബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പുഡിംഗാണ്. ബനോഫി പൈ പുഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടിന്നാണ്. ഞാനിവിടെ 200 ml എടുത്തിരിക്കുന്നത്. 400 ml ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യണം. കണ്ടൻസ്ഡ് മിൽക്ക് കുക്ക് ചെയ്തിട്ടാണ് ടോഫി ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി അത് മൂടുന്ന 1 ഇഞ്ച് കനത്തിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 1 ഇഞ്ച് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വിരൽ കൊണ്ട് തൊട്ട് നമുക്കറിയാവുന്നതാണ് എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്ന്. ഇനി അതൊന്ന് അടച്ചു വെക്കാം. വിസിൽ വെക്കണം, മറന്നു പോകരുത്. ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ കാത്തിരിക്കണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് അത് ലോ ഫ്ലെയിമിലാക്കി വിസിൽ വരാത്ത രീതിയിൽ 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കി. ഇനി പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. എന്നിട്ട് ഇതിന്ന് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നെടുത്ത് മാറ്റാം. ഇനി പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറായിട്ടുള്ള ബിസ്ക്കറ്റ് ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിസ്ക്കറ്റും എടുക്കാം. ഡൈജസ്റ്റിക് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ക്രീം ഐറ്റംസ് ആയിട്ടുള്ള ബിസ്ക്കറ്റും എടുക്കണ്ട. ഓൾറെഡി ഇതിന് മധുരമുണ്ട്, അപ്പോൾ അധികം മധുരമാവും, മടുപ്പാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കറ്റിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലിപ്പം അനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബിസ്ക്കറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടറാണ് ആവശ്യം. ബട്ടർ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചതാണ്. 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. കാരണം അധികമായാൽ പുഡിങ്ങിൻ്റെ ലാസ്റ്റിക്ക് ബട്ടർ അടിയിൽ കാണും. അതുകൊണ്ടാണ്. നമുക്ക് ആവശ്യമുള്ള ബട്ടർ ആക്കി ബിസ്ക്കറ്റ് ഒന്ന് ക്രംസ് രൂപത്തിൽ മാറ്റിയെടുക്കാം. ഓവറായിട്ട് ബട്ടർ ആക്കണ്ട, പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓവറായിട്ട് ബട്ടർ ഉപയോഗിച്ചാൽ അപ്പോൾ ബിസ്ക്കറ്റ് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് ബട്ടർ ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് പുഡിംഗ് ട്രേയുടെ അടിയിൽ ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ലെയർ വെക്കുമ്പോൾ അധികമായി പ്രസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഇത് അത് മുറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ബിസ്ക്കറ്റ് ലെയർ കിട്ടാതെ ആവും, നല്ല കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. ഓവറായിട്ട് പ്രസ് ചെയ്താൽ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അത് കിട്ടില്ല. അതുകൊണ്ട് ബിസ്ക്കറ്റ് ലെയർ മാത്രം അടിയിൽ നിൽക്കും, ബാക്കിയുള്ള ലെയർ നമ്മുടെ സ്പാച്ചുലയിൽ കിട്ടും ചെയ്യും. അതുകൊണ്ട് ഓവറായിട്ട് പ്രസ് ചെയ്യാത്ത മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ടോഫി ആയിട്ട് ചൂടാറിയിട്ട് നിൽക്കുന്നുണ്ട്. ചൂടാറിയിട്ട് മാത്രമേ എടുക്കാവൂ. തുറക്കുകയും ചെയ്യാവൂ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ചൂടൊക്കെ ആറി നന്നായി തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ
ചൂടാറിയത് കാരണം അത് നല്ല കട്ടിയായിട്ടായിരിക്കണം. അതിന് വേറൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതി. ഇത് കട്ടിയായി പോയിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നക്കിയാൽ മതി. ഞാൻ ഇവിടെ സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഇളക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. 200 ml കണ്ടൻസ്ഡ് മിൽക്ക് ടോഫിയൊക്കെ അല്ല, അത് ഫുള്ള് ആവശ്യമാണ്. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ 400 ml ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1/4 ഭാഗത്തോളം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നന്നായി ലൂസായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച ബിസ്ക്കറ്റിൻ്റെ ലെയർ എടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 15 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ ടോഫി നമുക്ക് ചേർത്ത് കൊടുക്കാം. ടോഫി ഫുള്ള് ബിസ്ക്കറ്റ് കവർ ചെയ്യുന്നത് വരെ ചെയ്യണം. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ലെയറാക്കി എടുക്കണം. നിങ്ങളുടെ പുഡിംഗ് ട്രേ ചെറുതാണെങ്കിൽ ഇത്രയും ടോഫിയുടെ ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ എടുത്ത പുഡിംഗ് ട്രേ വലുതാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയും ടോഫി ആവശ്യമായിട്ട് വന്നു. നിങ്ങൾ ചെറിയ പുഡിംഗ് ട്രേ എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ അത്ര പോലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഞാനിപ്പോൾ നന്നായിട്ട് ടോഫി സെക്കൻഡ് ലെയർ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്ന വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഞാൻ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ക്രീം വേണമെങ്കിൽ ക്രീം ഉപയോഗിക്കാം. ക്രസ്റ്റ് ക്രംബിൻ്റെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടോഫി ഞാൻ ആദ്യം റെഡിയാക്കിയതാണ്, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് ടോഫി ഇതിലേക്ക് ചേർത്ത് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കാം. പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ധാരാളം മധുരം ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടോഫി ചേർത്താണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചേർത്തിട്ടുള്ളത്. ഇനി തേർഡ് ലെയറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പഴമാണ്, ചെറുപഴമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴവും ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പഴമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുപഴം ഉപയോഗിക്കുന്നത്. എപ്പോഴും കടയിലൊക്കെ കിട്ടാവുന്നതാണ്, അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടായിട്ട് വരില്ല. നല്ല ടേസ്റ്റ് കിട്ടുന്ന റോബസ്റ്റ പഴമാണ്, എപ്പോഴും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെറുപഴം ഉപയോഗിക്കുന്നത്. ടേസ്റ്റ് ഒന്നും ഒരു കുറവുണ്ടാവില്ല, വളരെ ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പുഡിങ്ങാണിത്. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും റെഡിയാക്കി പഴം കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്യാപ്പ് വന്ന ഭാഗത്തൊക്കെ പഴം കൊണ്ട് ഫില്ലപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും മാക്സിമം കവർ ചെയ്യുന്നത് വരെ ഞാൻ പഴം കൊണ്ട് ഫില്ലപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് എനിക്ക് ആവശ്യമായിട്ടും വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം സെറ്റാക്കി എടുക്കാം. 4ാമത്തെ ലെയറായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഐസിങ് നൈഫ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്തെടുത്താലും മതി. സ്പൂണും പെർഫെക്റ്റായി കിട്ടും. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നത് വരെ ഞാൻ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഒരു ദിവസം മുഴുവൻ സെറ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുക. നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ഷമ ഇല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ, മിനിമം 8 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ലെയറായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനിത് ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുകയാണ്. ക്ലീൻ റാപ്പ് കൊണ്ട് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
പ്ലേറ്റ് കൊണ്ട് ഒന്ന് കവർ വെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ റാപ്പ് കൊണ്ട് ചെയ്യുന്നത്. ക്ലീൻ റാപ്പ് ഇല്ലെങ്കിൽ പ്ലേറ്റ് കൊണ്ടാക്കിയാലും മതി. നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ക്ഷമയില്ലെങ്കിൽ 8 മണിക്കൂർ വെച്ചാലും മതി. ഞാനിപ്പോൾ നാളെ എടുക്കുള്ളൂ. നാളെ എടുക്കുമ്പോഴാണ് ഇത് കട്ട് ചെയ്യുക. ഇത് ഇന്നലെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇന്നാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലീൻ റാപ്പൊക്കെ മാറ്റി എങ്ങനെയുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലീൻ റാപ്പ് എടുക്കുകയാണ്. ഞാൻ മാക്സിമം ഒരു 12 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയത്തൊന്നുമില്ല. എത്രത്തോളം നമ്മൾ ടൈം വെക്കണോ അത്രയും ടൈം കൂടുകയേ ചെയ്യുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് കൈകൊണ്ട് പൊടിച്ചതാണ്, മിക്സിയിലിട്ട് പൊടിച്ചതൊന്നുമല്ല, കൈകൊണ്ട് പൊടിച്ചതാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് കൂട്ടാം. ഞാനൊന്നും കൂട്ടിയിട്ടില്ല. നട്ട്സ് കൂട്ടിയാൽ ടേസ്റ്റ് കൂടും. ഇതൊരു 4 പുറം വെച്ചെടുക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അത് ഞാൻ കുറച്ച് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ആണ്, മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറീസ് വേണമെങ്കിൽ ചെറീസ് ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ബിസ്ക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിന് അധികം പ്രസ് ചെയ്യാത്തതുകൊണ്ട് നേരങ്ങത്തിൽ കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും അപാര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്കൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ലെയറായിട്ട് തന്നെ എല്ലാതും വന്നിട്ടുണ്ട്. ഒന്നും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടൊന്നുമില്ല. വളരെ ടേസ്റ്റിയാണ്, കിടു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റാണിത്, മടുക്കത്തില്ല. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്